A very good morning, my dear students of Finance 18. Today, my topic for you is growth and development of derivative markets in India. And it's a very important and frequently asked in our university exams. So, I will insist you to listen the class very carefully and update your notes. And the growth and development of derivative market in India in our today's scenario. The derivative trades had a long-term presence in India. പണ്ട് തുടങ്ങി അതായത് ഒരുപാട് കാലം തുടങ്ങി തന്നെ ഡെറിവേറ്റീവ് ട്രേഡ്സിന് ഒരു ലോങ് ടേം പ്രസൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ ഇയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫംഗ്ഷൻ തുടങ്ങുന്നത് തന്നെ 1875 അതായത് 19th സെഞ്ച്വറിയിൽ തന്നെ ഒരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിലെ ഫംഗ്ഷനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. And organized trading in cotton through the establishment of Cotton Trade Association in 1875. So ആദ്യമായിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങിയത് കോട്ടണിലാണ്, 1875 സോ ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ട്രേഡ്സ് ഇൻ ലോക്കലൈസ്ഡ് മാർക്കറ്റ് ആയിരുന്നു. ലോക്കലൈസ്ഡ് മാർക്കറ്റിൽ ഒക്കെ ആയിരുന്നു. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലൈസ്ഡ് മാർക്കറ്റിൽ തുടങ്ങി. The nationalized commodity derivative market began its operation only in 2003. അപ്പോൾ അത് ലോക്കലൈസിൽ നിന്നും നാഷണലൈസ്ഡ് കോമോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് 2003 ടൈം വരെ എടുത്തു എന്നുള്ളതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. Although India has a long history in security exchanges, then derivative trading in NSE and BSE. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺലി ഇൻ 2000 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ഇതാണ് പറയാൻ പറ്റുന്നത്. അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓഫ് ഇന്ത്യ ആർ കമ്പാരിറ്റീവ്ലി ഓഫ് റീസെൻറ്റ് ഒറിജിൻ. They cater to the investment risk management needs of financial and product markets. Several committees ഉണ്ടായിട്ടുണ്ട് to set up the review the functioning of financial and derivative market. നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഫങ്ഷനിങ്ങിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് കമ്മിറ്റീസ് നമ്മൾ ഇന്ത്യൻ ട്രേഡിംഗ് മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ദ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ഇൻ ബോത്ത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആൻഡ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ്. ബോത്ത് എക്സ്ചേഞ്ച് ട്രേഡഡുമാണ് OTC യുമാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് നമ്മുടെ. ഇത് രണ്ടും എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. And various assets including securities, both debt and equity, commodities, currencies, stock indices, ഇതെല്ലാം തന്നെ ഡെറിവേറ്റീവ് ട്രേഡിംഗ് മാർക്കറ്റിൽ ഇപ്പോൾ അറ്റ് ദ പ്രസൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. So today we can say that the derivative markets in India are growing. The growth and development of financial derivatives in India may be studied by through each assets. നമുക്ക് each assets വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിങ്ങനെയാണ് പോകുന്നത്. അതായത് ഗ്രോത്ത് ഓഫ് ഇക്വിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ്, ഗ്രോത്ത് ഓഫ് കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ്, ഗ്രോത്ത് ഓഫ് കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റ് എങ്ങനെയാണ്, ഗ്രോത്ത് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എങ്ങനെയാണ്, ഗ്രോത്ത് ഓഫ് അതർ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് എങ്ങനെയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗ്രോത്ത് ഓഫ് ഇക്വിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 2000 ഫ്യൂച്ചർ കോൺട്രാക്റ്റിലൂടെയാണ് നമ്മൾ അത് ചെയ്തത്. അത് നമ്മുടെ ഇന്ത്യൻ ലീഡിംഗ് 2 മേജർ എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള BSEയിലൂടെയും അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയായിരുന്നു. നമുക്കറിയാം BSE സെൻസിറ്റീവ് ഇൻഡെക്സ് പോപ്പുലർലി നോൺ ആ സെൻസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഡെക്സ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് കംപ്രൈസിങ് 30 സ്ക്രിപ്റ്റ്സ്, അതായത് ടോപ്പ് മോസ്റ്റ് 30 സെക്യൂരിറ്റീസിൻ്റെ സ്ക്രിപ്റ്റ്സ്, അത് വെച്ചിട്ടാണ് നമ്മൾ സെൻസസിൻ്റെ പോയിന്റ് അളക്കുന്നത്. അതുപോലെ S&P CNS നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമ്മൾ ആദ്യത്തെ ടോപ്പ് കംപ്രൈസിങ് 50 സ്ക്രിപ്റ്റ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ട്രേഡ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസും അതുപോലെ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഓപ്ഷൻസും ഒക്കെ സബ്സിക്വൻ്റ്ലി ആഡഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഡെറിവേറ്റീവ്സിൽ. സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിൽ
കൂടുതലായിട്ട് പോപ്പുലറായിട്ട് വന്നത് അത് നവംബർ 2001 ആ സമയത്തായിരുന്നു. ദെൻ ജൂലൈയിൽ 2006 ജൂലൈ 26 2006 NSE ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് ട്രേഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓൺ ഒരു 118 സ്റ്റോക്സ് ആൻഡ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഓഫ് BSE ആണെങ്കിൽ ഒരു 77 സ്റ്റോക്സും NSE ഒരു 118 സ്റ്റോക്സ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് കൊണ്ടുവന്നത് സക്സസ് ആയി. ദെൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 77 സ്റ്റോക്സ് കൊണ്ടുവന്ന് സക്സസ് ആയി. അതായത് അറൗണ്ട് ഒരു 97% ഓഫ് ദ ഇക്വിറ്റി ഡെറിവേറ്റീവ് ബിസിനസ്സും നമുക്ക് പറയാം ഈ മേജർ എക്സ്ചേഞ്ചസിലൂടെ തന്നെയാണ് നടക്കുന്നത്. And this means that BSE accounts for just about 3% of India equity derivatives volume. അതായത് മൊത്തം ഇന്ത്യൻ ഇക്വിറ്റി ഡെറിവേറ്റീവ് വോളിയത്തിൻ്റെ ഒരു 3% BSE ആണ് എടുക്കുന്നത്. ആൻഡ് അബൌട്ട് ഒരു 10 crores നിന്നും 10 crores തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഡെയിലി വോളിയം അബൌട്ട് ഒരു 30,000 crores പെർ ഡേയിലേക്ക് വരെ ഗ്രോത്ത് ഓഫ് ഇക്വിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കണ്ടറിയാം ഹൗ ദ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഗോട്ട് ഡെവലപ്ഡ് റാപ്പിഡ്ലി ദേ ആർ ഗ്രോയിങ് ഡെവലപ്പ് ആൻഡ് നൗ ഫ്രം ദ 10 crores to it comes up to 30,000 crores per day. So such a huge business are going down there. And next, growth of commodity derivative market. Commodity derivative market എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിലെന്ന് FCRA അതായത് ഫോർവേഡ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ആണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഇന്ത്യനെ റൂൾസ് ആൻഡ് ഗവേൺ ചെയ്യുന്നത്. FCRA OTC ഓവർ ദ കൗണ്ടർ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സിന് അത്ര അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ദെൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും പ്രശസ്തമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് കേരളത്തിൽ കൊച്ചിയിലെ പെപ്പർ എക്സ്ചേഞ്ച് ആണ്. ഇറ്റ്സ് ട്രേഡ് ഓൺലി പെപ്പർ മാത്രമാണ് അവിടെ എക്സ്ചേഞ്ചസ് നടത്തുന്നത്. ദെൻ സോയ എക്സ്ചേഞ്ച് ഇൻഡോറിലുള്ള ഒരു സോയ എക്സ്ചേഞ്ച് ട്രേഡ് ഓൺലി സോയ. ഇത് കമ്മോഡിറ്റി മാർക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന 2 എക്സ്ചേഞ്ചസുകളാണ്. ഒന്ന് പെപ്പർ എക്സ്ചേഞ്ചസ് ഇൻ കൊച്ചിയും ദെൻ സോയ എക്സ്ചേഞ്ചസ് ഇൻ ഇൻഡോറും. ആൻഡ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് വൺ ഓഫ് ദ അപ്പെക്സ് കമ്മിറ്റി ഓഫ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCDEX ആണ്, നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. ആൻഡ് അതർ MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പോൾ ഇത് രണ്ടും സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ ദ 2003 സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഫ്യൂച്ചർ കോൺട്രാക്ട്സിലൂടെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വേരിയസ് അസറ്റ്സ് ഗോൾഡ്, റബ്ബർ, സിൽവർ, സ്റ്റീൽസ് ഇതൊക്കെ അവർ ട്രേഡ് നടത്തുന്നുണ്ട് കമ്മോഡിറ്റീസിൽ. ആൻഡ് ഇത് മേജർ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യുന്നത് മേജർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൺട്രിയാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ബിസിനസ് ഫോർ NCDES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രി പ്രൊഡക്ട്സ് തന്നെയാണ് അവർ മേജറായിട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ഇപ്പോൾ അവർ ഈ എക്സ്ചേഞ്ചസ് നൗ ഫോക്കസിങ് ദെയർ ഈ എക്സ്ചേഞ്ചസ് ഞാൻ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇക്വിറ്റി പറഞ്ഞപ്പോൾ ഞാൻ BSE NSE ആണ് മേജർ എക്സ്ചേഞ്ചസ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള മേജർ എക്സ്ചേഞ്ച് നമുക്ക് പറയുകയാണെങ്കിൽ NCDEX അതായത് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചും MCX അതായത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചുമാണ്. സോ ഇവർ ഫോക്കസിങ് ദെയർ അറ്റൻഷൻ ഓൺ അഡ്രസ്സിങ് ഇഷ്യൂസ് ലൈക്ക് കൊളാട്രൽ മാനേജ്മെൻറ്റ് കൊളാട്രലിറ്റീസിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് സോൾവ് ചെയ്യാൻ. ദെൻ വെയർ ഹൗസ് അക്രഡീഷൻ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ദെൻ സർട്ടിഫിക്കേഷൻ ഓഫ് കമ്മോഡിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രൈസ് സെറ്റിൽമെൻറ്റ് ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും സോൾവ് ചെയ്യാനായിട്ട്. ദെൻ അപ്ലൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തോഡോളജി സോ സബ്സ്റ്റാൻഷ്യലായിട്ട് പ്രോഗ്രസീവ് ചെയ്ത് വരുന്നുണ്ട്. So because these type of issues അതായത് collateral management issues, accreditation issues, quality quantity issues, certification issues ഇതൊക്കെ nowadays these exchanges are handling very good manner. So gradually ഒരു ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് growth of commodity derivative market. So കമ്മോഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് 2003 ആണ്. 2 മേജർ എക്സ്ചേഞ്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് NCDEXും ദെൻ അനദർ MCX അതായത് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചുമാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദെൻ വി വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് കാറ്റഗറി ദാറ്റ് ഈസ് ഗ്രോത്ത് ഓഫ് കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റ്. കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഗ്രോത്ത് നോക്കാം. ആൻഡ് India has been trading forward contracts in currency for the last few years. ബിക്കോസ് നമുക്കറിയാം ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതർ കൺട്രീസ് ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണുള്ളത്.
സോ വി ആർ ഗെറ്റിംഗ് മോർ ചാൻസസ് ഇൻ ഫോറിൻ കറൻസി ഫീൽഡ്. അല്ലേ, നമുക്കൊരു ഫോറിൻ കറൻസീസ് മാർക്കറ്റിൽ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള, ഇന്ത്യൻസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ വർക്കിംഗ് അബ്രോഡ്. So recently the RBI has allowed options in the OTC market. Options കൊണ്ടുവന്നിട്ടുണ്ട്. The OTC currency market in the country is well developed. നമ്മൾ വളരെ അധികം മുന്നിലാണ് by comparing the other countries. However, the business is concentrated with a limited number of market participants, mainly banks, international, local. ഈ കറൻസി ഫീൽഡിൽ ഏറ്റവും കൂടുതലായിട്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നത് മേജർ ബാങ്കുകളാണ്. ബോത്ത് ഇന്റർനാഷണൽ ബാങ്ക്സും അതുപോലെ ലോക്കൽ ബാങ്ക്സും ഒരുപാട് മാർക്കറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. So the business in currency derivatives are going bigger and bigger in the near future. Then growth of interest rate derivative market. ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സിൽ ആൻഡ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലൂടെ. ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ് ആദ്യമായിട്ട് ക്യാഷ് സെറ്റിൽഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് 2003 സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സിൽ. പക്ഷേ അറ്റ് ദാറ്റ് ടൈം ആ ഒരു സം സ്ട്രക്ചറൽ ഇഷ്യൂസ് അത് അത്ര വർക്കൗട്ട് ആയില്ല എങ്കിലും ട്രേഡിംഗ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ ഈസ് നൗ റാപ്പിഡ്ലി ഗ്രോയിങ് എന്ന് തന്നെ പറയാം. ദെൻ ഗ്രോത്ത് ഓഫ് അതർ ഡെറിവേറ്റീവ് മാർക്കറ്റാണ്. അതർ ഡെറിവേറ്റീവ്സ് അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്തത്? ഇക്വിറ്റി ഡെറിവേറ്റീവ് പറഞ്ഞു ആൻഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് പറഞ്ഞു. ദെൻ കറൻസി ഡെറിവേറ്റീവ്സിൻ്റെ ഒരു മാർക്കറ്റ് ഗ്രോത്ത് ഇൻ ഇന്ത്യ പറഞ്ഞു. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് പറഞ്ഞു. ദെൻ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൾ ദ അതർ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ബാക്കി എല്ലാ ഡെറിവേറ്റീവ്സിൻ്റെയും ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. സച്ച് ആസ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്, വെദർ ഡെറിവേറ്റീവ്സ് ഹാസ് റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. സോ they are expected to grow in coming yearsൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഈസ് ക്വൈറ്റ് ഫിനോമിനൽ. അത് റാപ്പിഡ്ലി ഗ്രോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ്ലി നമ്മുടെ ഡെറിവേറ്റീവ്സിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷങ്ങളിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ NSE ഇൻക്രീസ്ഡ് എ മിയർ 2,365 crores in 2000 to 1,30,90,478 crores in recent years. So അങ്ങനെ ജസ്റ്റ് ഒരു 3,000 crores ടേൺ ഓവേഴ്സിൽ നിന്നും ഇപ്പോൾ കോടികളുടെ ക്രോഴ്സിൻ്റെ പ്രോഫിറ്റ് കണക്കുകളാണ്, ടേൺ ഓവേഴ്സാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഈസ് ക്വൈറ്റ് ഫിനോമിനൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. And next we will move on to the factors responsible for the growth of financial derivative markets in India. അതായത് നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ സച്ച് ഫാക്ടേഴ്സിനെ നമുക്ക് അതിൻ്റെ ഗ്രോത്തിന് കാരണമാകുന്ന ഫാക്ടേഴ്സിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് തരത്തിൽ പറയാം. ഒന്ന് എൻവയോൺമെൻറ്റൽ അഥവാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും മറ്റൊന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നും. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യനെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രൈസ് വൊളാറ്റിലിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രൈസ് വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ അസറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. സോ ഈ പ്രൈസ് വൊളാറ്റിലിറ്റി തന്നെ നമുക്ക് സ്പീഡ് ഓഫ് പ്രൈസ് ചേഞ്ചും ഫ്രീക്വൻസി ഓഫ് പ്രൈസ് ചേഞ്ചും മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രൈസ് ചേഞ്ചസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് റിസ്കിനെ. സോ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ വോളാറ്റിലിറ്റിയും ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അതൊരു സ്കോപ്പാണ് ആ പ്രൈസ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് വൺ ഓഫ് ദ എക്സ്റ്റേണൽ ഫാക്ടർ. മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ റാപ്പിഡ് ചേഞ്ചസ് ഇൻ പ്രൈസ് അഥവാ പ്രൈസ് വോളാറ്റിലിറ്റി തന്നെയാണ്. ദെൻ സെക്കൻഡ് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റാണ് അല്ലേ. ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് എന്തായി? ദ സൈസ് ഓഫ് ദ മാർക്കറ്റ് ഗെറ്റ് ഇൻക്രീസ്ഡ്. So this exposed to the modern business to greater risk. So increased size has also led to greater use of debt in the capital structure. So increased size വന്നപ്പോൾ debt കൂടി. So this has contributed to an increase in the financial risk of the firm. സോ ഗ്ലോബലൈസേഷനും ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഉള്ള ഒരു മാറ്റവും എന്തിനെ സഹായിച്ചിട്ടുണ്ട്? ഗ്രോത്ത് ഓഫ് ദ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആണ്. അത് നമുക്കറിയാലോ, കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസിൻ്റെ വളർച്ച, ആൻഡ് ഇറ്റ് എൻകറേജ് ദ ഫിനാൻഷ്യൽ ഡീൽസ് ഇൻസ്ട്രുമെൻറ്റ്സ്.
ഇപ്പോൾ 24/7 എനി ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ പർച്ചേസ് ഓർ കമേഴ്ഷ്യലി നമുക്ക് ഓൺലൈനിൽ വരാൻ പറ്റും അല്ലേ. സോ ദിസ് ഓൾസോ ഈസ് എൻ മേജർ ഫാക്ടർ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ഡെറിവേറ്റീവ്സ്. 24/7 ടൈം ഫ്രെയിമിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് 24/7 ടൈം ഫ്രെയിമിൽ നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ട്രേഡിങ്ങിന് എന്നുള്ളതാണ് എൻ്റെ ഒരു വൺ ഓഫ് ദ അതർ ഫാക്ടർ. ദെൻ റെഗുലേറ്ററി ചേഞ്ചസ് ആണ്. റെഗുലേറ്ററി ചേഞ്ചസ് മീൻസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താ പറയുന്നത്, ഒരുപാട് റെഗുലേഷൻസ് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഫോഴ്സ്ഡ് ഇൻഡസ്ട്രീസ് ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയതിന് കാരണം കൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ദിസ് ഹാസ് പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വൊളാറ്റിലിറ്റി, ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആൻഡ് റെഗുലേറ്ററി ചേഞ്ചസ്. ദെൻ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിൽക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ലിക്വിഡിറ്റി നീഡ്സ്, ദെൻ റിസ്ക് എക്സിക്യൂട്ടീവ്സ്. ലിക്വിഡിറ്റി നീഡ്സ് മീൻസ് ലാർജസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് നീഡ്സ് ഉണ്ടായിട്ടുണ്ട് ബിസിനസ്സിൽ. So many of the financial involves in derivative market because they needs more liquidity കൂടുതൽ ആവശ്യമാണ് ബിസിനസ് ഫേംസിന്. സോ ഇതും ഒരു ഇന്റേണൽ ഫാക്ടറാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് അവരെ കൊണ്ട്. ദെൻ റിസ്ക് അവേർഷൻ. ഇപ്പോൾ എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യം എന്താ, അവോയ്ഡ് റിസ്ക്. സോ ഇത് തന്നെയാണ് ഡെറിവേറ്റീവ്സ് യൂസ്ഫുൾ ആവുന്നത് അവോയ്ഡിങ് റിസ്കിൽ. ദെൻ റിസ്ക് So most of the investors would like to avoid risk, so they choose derivative instruments for avoiding the risk. Then അടുത്തതാണ് റിസ്ക് എക്സിക്യൂട്ടീവ്സ്. റിസ്ക് എക്സിക്യൂട്ടീവ്സ് മീൻസ് എന്ന് കഴിഞ്ഞാൽ ഒരുപാട് കോർപ്പറേറ്റ്സുകൾ നൗ ഡിപ്പെൻഡ് അപ്പോൺ ദ ഹൈലി പ്രൊഫൈൽഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പേഴ്സണൽ എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് റിസ്ക് എക്സിക്യൂട്ടീവ്സ് വരുമ്പോൾ ഇൻക്രീസ്ഡ് റിസ്ക് പെർസെപ്ഷൻസ് ആണ് അവർക്ക് ഉണ്ടാവുക. മോസ്റ്റ് ബിഗ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് മെയിൻറ്റെയിൻ റിസ്ക് മാനേജ്മെൻറ്റ് ടീം ബിക്കോസ് അവർ ഈ ടീമാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് റിസ്ക് മാനേജ് ചെയ്യാൻ. സോ ദിസ് എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. So these are the major factors that are responsible for the growth of financial derivative market in India: environmental or external factors and internal factors. External factors: price volatility, globalization, technological advances, regulatory changes. And internal factors: liquidity needs, risk aversion and risk executives. So I hope you well understand today class, and this is very important and you have to study it very well and update the notes. If you have any doubts and queries, you can ask me through our WhatsApp group. Okay, thank you all.